സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ BJPയുടെ ചരിത്രത്തിലെ ആദ്യമായ കോർപ്പറേഷൻ മേയർ സ്ഥാനം തിരുവനന്തപുരത്ത് VV രാജേഷിന് കൊടുത്തു. അദ്ദേഹം ജയിച്ചു. അപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ശ്രീലേഖയെ തിരുവനന്തപുരം മേയറാക്കുമെന്നായിരുന്നു. അപ്പോൾ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനും അത് തന്നെയായിരുന്നു താല്പര്യം. പക്ഷെ കോർപ്പറേഷൻ കൗൺസിലർമാരിൽ 50 പേരുള്ള BJPയുടെ കൂടുതൽ അംഗങ്ങളും VV രാജേഷ് മേയറാവണമെന്നാണ് താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് ശ്രീലേഖ ഔട്ടായി. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, കേരളത്തിൽ ഒരുപാട് ചാനലുകളുണ്ട്. ക്രിസംഖികൾ നടത്തുന്ന ചാനലുമുണ്ട്, സംഘികൾ നടത്തുന്ന ചാനലുകളുമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രീലേഖ കോർപ്പറേഷൻ മേയറാവും എന്ന് കണക്കാക്കി. ശ്രീലേഖ ആയില്ല, VV രാജേഷ് ആയി. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ ആദ്യം ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞു. അത് അവസാന സമയമായപ്പോൾ വേറൊരു കാൻഡിഡേറ്റിനെയാണ് കോൺഗ്രസ് നിശ്ചയിച്ചത്. അതിന് എന്തെല്ലാം ബഹളങ്ങളാണ് ഇവിടെ ചാനലുകൾ ഉണ്ടാക്കിയത്. ഷാജൻസ്കറിയ പോലും മറുനാടൻ മലയാളി പോലും പറഞ്ഞു അത് പറ്റിപ്പാണ്, മറിച്ചതാണ്, അങ്ങനെ സ്വാധീനം പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ BJPയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇതെല്ലാവരും മലക്കം പറഞ്ഞു. BJPക്ക് എന്തുമാകാം, പ്രശ്നമല്ല. എന്തായാലും ശരി, ഇപ്പോ BJPയുടെ സർവ്വതും എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയാണ്. മറുനാടൻ മലയാളി സൗകര്യമനുസരിച്ച് ഈ പ്ലേറ്റ് മാറ്റാനും മറിക്കാനും കഴിയും. ചില സമയം കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കൂടുതലും ക്രിസ്ത്യൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അവർക്ക് കാൻഡിഡേറ്റ്ഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിജയിക്കും, വേറെ ആരും അവിടെ വിജയിക്കില്ല എന്ന് പറയും. പണ്ട് നമ്മുടെ ചെറിയാമ്പലിപ്പ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ എത്രയോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ചെറിയാമ്പലിപ്പ്. അപ്പോൾ ചെറിയാമ്പലിപ്പ് അവസാനം CPM-ലോട്ട് പോയി, കോൺഗ്രസിൽ നിന്ന് CPM-ൽ പോയി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, അവസാന സമയമായപ്പോഴത്തേക്ക് ചെറിയാമ്പലിപ്പ് കോൺഗ്രസിൽ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നതിന് മുമ്പ് ചെറിയാമ്പലിപ്പ് BJP പോകണമെന്നായിരുന്നു ഷാജൻസ്കറിയുടെ ആഗ്രഹം. അതിനു മുമ്പായിട്ട് CPM-ൽ നിൽക്കുമ്പോൾ, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രുവാണ് ആരുടെ, നമ്മുടെ ഷാജൻസ്കറിയുടെ. എന്നിട്ടും ആവശ്യപ്പെടുകയാണ് ചെറിയാമ്പലിപ്പിന് രാജ്യസഭാ സീറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻ പക്ഷപാതം പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജൻസ്കറിയ. പക്ഷെ ഇപ്പോ ക്രിസ്ത്യൻ പക്ഷപാതമൊന്നുമില്ല. ഷോൺ ജോർജിനെ, PC ജോർജിനെ പോലെ ഇപ്പൊ BJP ആണ്. അപ്പോൾ ഇത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കാണണം. കാരണം കോൺഗ്രസിലെ ചില നേതാക്കന്മാരെ വെറുതെയെങ്കിലും അങ്ങ് പൊക്കിയിട്ട്, കാരണം ആര് ഭരണത്തിൽ വന്നാലും ഷാജൻസ്കറിയക്ക് ഒരു ഹാൻഡ് വേണം, ഒരു കൈ വേണം, ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണം. അപ്പൊ അതിന് ചില സമയത്ത് ഷാഫി പറമ്പൽ നല്ലവനാണ്, മറ്റതാണ് മറിച്ചാണ്, ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നീട് വിളിച്ചിട്ട് കാര്യം പറയും എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഐഡിയ വേറൊന്നുമില്ല. അതായത് സ്വന്തം താല്പര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലും മാറുന്നത് പോലെ കളർ മാറാൻ ഈ ഷാജൻസ്കറിയക്ക് ഒരു മടിയുമില്ല, ഒരു കൂസലുമില്ല. മനുഷ്യന്മാരായിരുന്ന ഇത്രയും ചീപ്പാവണോ ഷാജൻസ്കറിയ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്ത്യാനികളുടെ മുകളിൽ ഈ സംഘപരിവാർ കയറി ഇറങ്ങി, ചർച്ചിൽ കയറി, അല്ലാതെ കരോൾ നടത്തിയപ്പോഴത്തേക്ക്, അത് കരോളില് 7, 8, 9 വയസ്സുള്ള കൊച്ചു കുട്ടികളാണ് പാലക്കാട് നടത്തിയത്. അതിന് PC ജോർജിന്റെ മോൻ പറഞ്ഞ എന്താണ്, കള്ളു കുടിച്ചും കൊണ്ടാണ് അവർ ഇത് കരോളിന് പോയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, അതുകൊണ്ടാണ് അവരെ ഓടിച്ചത്. ആര്? ഈ സംഘപരിവാറുകാർ. പറയുന്നതിന് ഒരു ചെറ്റത്തരം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ആ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ആ കുട്ടികളെയൊക്കെ വീഡിയോ നാൾ കണ്ടു. എന്തോ ഒരു ചെറ്റത്തരമാണ്. അതായത്
ഒരു പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയെന്നും പറഞ്ഞ് സ്വന്തം സമുദായത്തിന് വരെ തള്ളിപ്പറയുന്ന ഇങ്ങനെയുള്ള ചെറ്റകൾ. യുവമാർ ക്രിസ്ത്യാനികളാണ്. എന്തും ഏതും ആർക്കും വേണ്ടി സംസാരിക്കും. ഒരു മടിയില്ല. സ്വല്പം പൈസ കിട്ടേ, സ്ഥാനമാനങ്ങൾ കിട്ടേ ചെയ്യണമെങ്കിൽ തന്തയെ വരെ മാറ്റി പറയും. അയാൾ എൻ്റെ തന്തയൊന്നുമല്ല, അത് ചുമ്മാണ്, ഞാൻ ചുമ്മാ വിളിച്ചിരുന്നാണ് തന്തയെന്ന്. അപ്പൊ അങ്ങനത്തെ വൃത്തികെട്ട കുറെ ജന്തുക്കള്, മനുഷ്യന്മാരെന്ന് അവരെയൊന്നും പറയാനൊക്കില്ല. എന്തായാലും ഇപ്പൊ BJPയുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, അത് നേരത്തെ ഷാഹിസ് കറിയ എന്ന് പറഞ്ഞാൽ കേന്ദ്ര BJPയുടെ ആളായിരുന്നു. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കേരള BJPയുടെ ആളാണ്. അപ്പൊ കേന്ദ്ര BJPയെ വിട്ട്, കാരണം കേന്ദ്രത്തിലെ BJPക്കാരാണല്ലോ ബാക്കി സംസ്ഥാനങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നത്. പാലക്കാട് നടന്നെന്ന് പറഞ്ഞാൽ CPM അല്ലേ ഭരിക്കുന്നത്. CPM ഭരിക്കുമ്പോഴത്തേക്ക് അവിടെ ക്രിസ്ത്യാനികളെ ഇത് കരോളില് അവർ അക്രമം കാണിച്ച് ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം എന്ന് പറയുന്നത് CPM ആണ് രാജ്യത്തെറ്റുകാർ. അപ്പോ ഇങ്ങനെയാണ് സത്യത്തെ വളച്ചൊടിക്കാനും കള്ളം ഒരു കള്ളം 100 പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് അത് ആളുകൾ വിചാരിക്കാൻ ശരിയാണ്, ചിലപ്പോൾ സത്യമായിരിക്കും. അപ്പൊ അതുപോലെയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആളുകളെ മോശക്കാരനാക്കി ചിത്രീകരിക്കും, ആളുകളെ നല്ലവനാക്കി ചിത്രീകരിക്കും, കള്ളന്മാരെ സത്യസന്ധന്മാരാക്കും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി വളരെ പുകഴ്ത്തിയാണ്. കാരണം വലിയ പൈസക്കാരനാണ്. ഏഷ്യാനെറ്റും മറ്റതും മറിച്ചതും ഒക്കെ ചാനലുകളുണ്ട്, പിന്നെ ഒരുപാട് കോടികളുണ്ട്. ഇപ്പോ കർണാടകയിൽ 500 കോടിയുടെ അഴിമതി നടത്തി ഗവൺമെന്റ് സ്ഥലം എന്തോ ഇതാണെന്നും പറഞ്ഞ് കമ്പനിക്കാണെന്നും പറഞ്ഞ് ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് അത് മറിച്ച് വിറ്റ വ്യക്തിയാണ്. അപ്പോ അഴിമതി നടത്തിയവനാണ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ആ സംസ്ഥാന പ്രസിഡന്റിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയുമാണ് പുകഴ്ത്തുന്നത്. ഒരു ദിവസമെങ്കിലും മോഡി കഴിവുകിട്ടവനാണെന്നോ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ അഴിമതി നടത്തിയെന്നോ പറയാനുള്ള തൻ്റെ ഈ ഷാഹിസ് കറിയല്ല. ഇല്ല. ഈ മോഡി ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? മോഡി ലോകം മൊത്തം എല്ലാ രാജ്യങ്ങളിലും കയറി ഇറങ്ങും. പ്ലെയിനുണ്ട്, സൗകര്യങ്ങളുണ്ട്, അതിൽ പോവും. അദാനിക്കും അംബാനിക്കും വേണ്ടി കോൺട്രാക്റ്റുകൾ എല്ലാ രാജ്യങ്ങളിലും ഒക്കെ. അതാണ് അദ്ദേഹം ഒരു ഏജന്റാണ്. ഒരു പിമ്പെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ കൂട്ടിക്കൊടുപ്പാണ് ഇവർക്ക്. ഈ അദാനിക്കും അംബാനിക്കും പൈസ ഉണ്ടാക്കി കൊടുക്കുക, സാധാരണ ജനങ്ങൾ എന്തു വായിക്കാൻ പോകട്ടെ, അതവർക്ക് പ്രശ്നമേ അല്ല. അപ്പൊ ഇങ്ങനെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റും അതിന് ഓശാന പാടുന്ന കുറെ ചാനലുകളും. കാരണം ചാനലുകൾക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. അവർ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി ആളുകളെ വശത്താക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നക്കും തുണയും കൊടുത്ത് അവരെ പാട്ടിലാക്കും. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അവർക്കറിയാൻ എന്താണ് ചെയ്യേണ്ടത്. NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അല്ലാതെ വേറെ കള്ളപ്പണം കിള്ളപ്പണം എന്നൊക്കെ പറഞ്ഞ റെയ്ഡ്, മറ്റൊന്ന് മറിച്ച് എല്ലാം നടക്കും. അപ്പോ അടിയന്തരാവസ്ഥയേക്കാൾ ഭയങ്കരമായ ഭീകരതയാണ് ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നത്. നമുക്കറിയാം എവിടെയെല്ലാം ബുൾഡോസർ രാജ് നടപ്പാക്കി. ഹരിയാനയിൽ നടപ്പാക്കി, ഡൽഹിയിൽ നടപ്പാക്കി. പാവപ്പെട്ട ഹിന്ദുക്കളും ഉണ്ട്, അതില് മുസ്ലിങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്, ദളിതരുണ്ട് UP-യില്. അപ്പോ ആരെയും എന്തും അവർ ചെയ്യും. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ അനുവദിക്കില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തവർ ഇവിടെ ജീവിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോളി, പാകിസ്ഥാനിൽ പൊയ്ക്കോളി. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഉള്ള ഹിന്ദു സമുദായക്കാർ ഇങ്ങോട്ട് വന്നോളി. നിങ്ങൾക്ക് ഒരു അതിനെ ഹാജരാക്കാൻ ഇന്ന രാജ്യക്കാരാണെന്ന് പറയാൻ ഹാജരാക്കാൻ ഒരു തെളിവും വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾക്ക് പാസ്പോർട്ട് തരും. അപ്പോ അങ്ങനെ ഒരു സംവിധാനം, അതായത് രാജ്യത്തോട് സ്നേഹമുള്ളവരൊന്നും അല്ല. ലോകത്തെവിടെയെല്ലാം ഹിന്ദുക്കളുണ്ട്, ലോകത്തെവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ട്, ലോകത്തെവിടെയെല്ലാം ക്രിസ്ത്യാനികളുണ്ട്, ലോകത്തെവിടെയെല്ലാം ബുദ്ധമതക്കാരുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പരിഷ്കൃത രാജ്യത്ത് ലോകത്ത് എവിടെയും ഇങ്ങനെ ഒരു വൃത്തികെട്ട നിയമമില്ല. അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ഒരു പരിധി വരെയെങ്കിലും കടിഞ്ഞാണിടണമെങ്കിൽ ഈ ഭരണത്തെ തൂത്തെറിയണം. അത് ഭരണത്തെ തൂത്തെറിയണമെന്നെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുള്ള മതേതരവാദികളായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആണത്തമുള്ള ആൾക്കാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃസ്ഥാനത്ത് വരണം. ഇപ്പോഴെന്ന് പറയുന്നത് പിണറായി ഗവൺമെന്റ്, കേരളത്തിലെ പിണറായി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളുണ്ട്, പല കേസുകളും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്.
അദ്ദേഹം ഭയപ്പെട്ടിട്ടാണ് പിന്നെ ഈ ആ, സംഘപരിവാർ പിന്നെ കൂട്ടങ്ങളുടെ കൂടെ കൂടുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ ഇപ്പൊ എങ്ങനെയായിരുന്നാലും ശരി, ഇപ്പോ BJPക്ക് ഇവിടെ കോർപ്പറേഷൻ ഭരണം 101 സീറ്റുള്ളിടത്ത് 50 പേരുമായിട്ട് ഭരണം വേണമെങ്കിൽ CPM-ന് ഭരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന് ഭരിക്കാം, രണ്ടുപേരും കൂടെ ചേർന്നാൽ മതി. പക്ഷെ അത് ചേരില്ല. ആവശ്യമുണ്ടെങ്കിൽ അവർ ചേരും. അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. കാരണം വിട്ടുകൊടുത്തില്ലെങ്കിൽ പിണറായിക്ക് നാളെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പാലക്കാട്. അപ്പൊ അങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ ഇപ്പോഴുള്ള പണ്ടത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയല്ലായിരുന്നു. അതായത് അവരുടെ ഈ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് RSSകാരും BJP സംഘപരിവാറുകാരുമാണ്. അവരെ എങ്ങനെ എതിർക്കുക എന്നുള്ളതാണ്. പക്ഷെ പണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചില നേതാക്കന്മാർ പറയുന്നു ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടി, അതായത് അധികാരത്തിലിരിക്കുന്ന വർഗത്തോടുള്ള എതിർപ്പാണ്. ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടിയായിരുന്നാലും കോൺഗ്രസിന് പരാജയപ്പെടുത്താൻ. ഇപ്പൊ ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടി BJPയെ പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ ജനങ്ങളുടെ മനോഗതിയിൽ വന്ന, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനോഗതിയിൽ വന്ന മാറ്റം, ചിന്താഗതിയിലുള്ള മാറ്റം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടത് സമാധാനമായി, സന്തോഷമായി, സൗഹൃദത്തിൽ വെറുപ്പും വിദ്വേഷമില്ലാതെ ജനങ്ങൾ പരസ്പരം സഹകരിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, ഐശ്വര്യത്തോടെ ജീവിക്കണം. അത് ഏത് ജാതിയായാലും ശരി, ഏത് മതമായാലും ശരി, ഏത് രാഷ്ട്രീയമായിരുന്നാലും ശരി, അത് കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാവണം. അങ്ങനെ ഒരു രാജ്യമാണ് പണ്ട് നമ്മൾ ഉണ്ടായിരുന്നത്. ഭരണഘടനാ ശില്പികളെല്ലാം ചെയ്തു വെച്ചത് അത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രാഥമികമായ അതായത് പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പൊ ഇതിനെതിരെ നമ്മളെല്ലാം അണിനിരക്കണമെന്നും സ്വതന്ത്രമായി ചിന്തിക്കുന്ന സത്യസന്ധരായ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ജനങ്ങൾ അവരെ ഉദ്ബുദ്ധരാക്കണം. ജനങ്ങളെ ഉദ്ബുദ്ധരാക്കിയാണ് അവരിതിനെപ്പറ്റി എപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെയുള്ള ചാനലുകൾ എന്ന് പറയുന്നത് കൂടുതലും കൃസംഗി ചാനലുകളാണ്. അവര് എന്തായാലും ശരി ഇങ്ങനെ കള്ളങ്ങളും അതുകളും ഇതുപോലെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ജനാധിപത്യ മതേതരത്വ ബോധമുള്ളവരാക്കി നമ്മുടെ ജനതയെ മാറ്റിയെടുക്കാതെ ഇങ്ങനെയുള്ള ഫാസിസ്റ്റ് പ്രതിലോമകാരികളെ തകർത്തെറിയാൻ നമുക്ക് കഴിയില്ല. എന്തായാലും ശരി, നമ്മുടെ നാളെ എല്ലാവരും സ്വപ്നം കാണുന്ന നാളെ പറ്റിയാണ്. അതായത് പൊതുസമൂഹമായിരുന്നാലും വരുന്ന തലമുറയായിരുന്നാലും ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇന്ത്യയുടെ യശസ് ഉയർത്താൻ വേണ്ടി, ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂട്ടായി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.